ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അധികമൊന്നും എടുത്തിട്ടില്ല, പിന്നെ ലോങ് ആയിട്ടും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. റീലെടുക്കാനുണ്ട്, പിന്നെ ഡ്രോയിങ്ങും ചെയ്യാനുണ്ട്. അത് ടൈം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. എന്തൊക്കെ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയില്ല. അപ്പോൾ കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചു, കർട്ടനൊക്കെ മാറ്റുക, ജനലൊക്കെ ഓപ്പൺ ചെയ്യാണ്. ഇത് എൻ്റെ ജനലിൻ്റെ അവിടുത്തെ വ്യൂ ആണ് ഈ ഒരു വ്യൂ വരുന്നത് കേട്ടോ. പേരക്ക, പിന്നെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷായി വന്നു. അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്യുമ്പോഴാണ് ചേച്ചിയും കുട്ടിയും കൂടി വന്നത്. എൻ്റെ ബാക്കിൽ ചേച്ചിയും കുട്ടിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഞാൻ കുട്ടീനെ എടുത്തിട്ട് കുട്ടീനെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. പണ്ടും വിട്ട് നോക്കിയിരിക്കുകയാണ്. ക്യാമറ ഫേസൊക്കെ ഉണ്ട്, ക്യാമറയിൽ നോക്കി ഇങ്ങനെ ചിരിച്ചോളും ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് എൻ്റെ പുറത്ത് ഞാൻ ജനലിൻ്റെ അവിടെ നിന്നിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ എടുത്ത വ്യൂ ആണ് കേട്ടോ. കുറേ തെങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പാടമാണ് അങ്ങോട്ട്. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്തു. ഫേസ് വാഷ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ചെറിയൊരു മിനി പാക്കാണ്. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നു. ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. ലാക്മേയുടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ലിപ് ബാം വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ആണ്, കഴിയാറായത്. അപ്പോൾ ഇതെൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ്. കുറേ മാങ്ങ നിൽപ്പുണ്ട്, ഒക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ഇനി ഇതെൻ്റെ വീട്ടിലത്തെ പട്ടിക്കുട്ടിയാണ്, സിംബയാണ്. പിന്നെ അതിനെ കുറേ നേരം കളിപ്പിച്ചു. അതിങ്ങനെ കുറേ നേരം മേത്ത് കയറി അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ കളിപ്പിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ചായ വെക്കുകയാണ്. അത് കഴിഞ്ഞ് ചപ്പാത്തി ആയിരുന്നു ഇന്ന്. ചപ്പാത്തി വെള്ളക്കടല കറിയാണ്. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് ചായ കുടിക്കുക. അധികം ഇതിൽ തന്നെയാണ് കുടിക്കാറ്. അപ്പോൾ ചായ കുടിക്കുകയാണ്. ടു ഡു ലിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്കുള്ളത്. അപ്പോൾ അത് എന്തൊക്കെ ചെയ്തു ഇത്ര നേരം കൊണ്ട് അങ്ങനെയൊക്കെ നോക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ, ദിവസമൊന്നും ചെയ്യാറില്ല. പിന്നെ ഇന്ന് ഡേ ഇൻ ലൈഫിൽ എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ടിക്കിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇന്ന് കുറച്ച് റീല് ഡ്രോയിങ് ഒക്കെ വരയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യണം. ഞാനുണ്ടാക്കിയ കുറച്ച് പിക്ചേഴ്സും ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പോസ്റ്റർ കാർഡ്സും ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചിത്രം വരയ്ക്കാൻ പോവാണ്. ഇതാണ് വന്നിട്ട് ഡ്രോയിങ്. ഇനി ഡ്രോയിങ് ഒക്കെ വരച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഹെയർ പാക്ക് ഇടാൻ വേണ്ടി പോവാണ്. ആദ്യം ഹെയർ നന്നായിട്ടൊന്ന് കെട്ടെടുത്തതിന് ശേഷം എണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. എണ്ണ വന്നിട്ട് ഞാനല്ല, അമ്മ കാച്ചി വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതാണ് ഞാനിടുന്ന ഉലുവ പാക്ക്. ജസ്റ്റ് വെള്ളത്തിൽ ഉലുവയിട്ട് തിളപ്പിച്ചിട്ടേ ഉള്ളൂ. അത് മാത്രം ചെയ്താൽ മതി. ഇത് ദിവസം തേക്കുന്നത് നല്ലത് തന്നെയാണ്. ഞാൻ ദിവസമൊന്നും തേക്കാറില്ല. ജസ്റ്റ് തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം തലയിലൊന്ന് ഇതാക്കി കൊടുക്കുക. ഞാൻ അങ്ങനെ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ തലേദിവസം നമുക്ക് ഇത് റെഡിയാക്കാവുന്നുള്ളൂ. വെള്ളത്തിൽ ഉലുവ ഇട്ടിട്ട് ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. കുളി കഴിഞ്ഞ് വന്നു. ഞാനൊരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. മോയ്സ്ചറൈസർ ലിപ് ബാം ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നൊരു ബോഡി ലോഷൻ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് റീൽ എടുക്കാനുണ്ട്.
ജ്യൂസ് ഉണ്ടാക്കാം. നമുക്ക് മാങ്ങ ജ്യൂസ് അടിക്കല്ല, നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഒരു നാരങ്ങ വെള്ളം കൂടി നമുക്ക് ഉണ്ടാക്കാം. ജോലിയൊക്കെ കറഞ്ഞു കാശ്. നമുക്കിത് ഓരോ കഷ്ണങ്ങളാക്കാം. പിന്നെ നല്ല സൗണ്ട് ആയതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. പിന്നെ ലോങ് ആവേണ്ട വിചാരിച്ചിട്ട് ഞാൻ സ്പീഡിലിട്ടു. അപ്പോൾ ഞാൻ പറയാം. അതിൽ നല്ല സ്മെല്ല് കാരണം എനിക്ക് കഴിക്കാൻ തോന്നിയിട്ട് വയ്യായിരുന്നു. അതാണ് ഞാൻ ആ ഒരു വോയിസിൽ പറയുന്നത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് മാംഗോ ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ്. അധികവും മാംഗോ ജ്യൂസ് ഞാൻ കഴിക്കാറ്. പിന്നെ വിചാരിച്ചു മാങ്ങ വെറുതെ കഴിക്കാമെന്ന്. അപ്പോൾ ഞാനൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവാണ്. നാരങ്ങയും ഇഞ്ചിയും പിന്നെ പുതിനയില എന്ന് പറയും, അതും കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റ്. 2-3 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തു. എനിക്കും ചേച്ചിക്കും കൂടിയാണ് എടുത്തത്. ഞാൻ റൂമിൽ വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലഞ്ചും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റീലും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി പോവാം. ഞാൻ വിചാരിച്ചു ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കാമെന്ന്. മുട്ടയും സവാളയും മുളകും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. അങ്ങനെ ഓംലേറ്റായി. ഇതാണ് ഇന്നത്തെ വിഭവം വന്നിട്ട്. ചോറും വഴുതനങ്ങപ്പേരിയും പിന്നെ മുട്ടയും പപ്പടം മാത്രമേ ഉള്ളൂ. കറി ഞാൻ എടുത്തില്ല കേട്ടോ, കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചു. ഇനി എനിക്ക് കുറച്ച് മേക്കപ്പ് ഇടണം, കാരണം 2-3 റീൽ എടുക്കാനുണ്ട് കേട്ടോ. നോക്കി വെച്ചിട്ടുണ്ട്, ഇനി നോക്കണം. റീൽ എടുക്കാനുണ്ട്, പിന്നെ ഡ്രോയിങ് വരയ്ക്കാനുണ്ട്. ഡ്രോയിങ് 2-3 വരയ്ക്കണമെന്നുണ്ട്. ടൈം സെറ്റാവുമോ എന്നറിയില്ല, എന്തായാലും നോക്കാം. ഞാൻ ഇനി ഒരു ഈവനിങ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ഞാൻ റെഡി ആവട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ബൈ, കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇനി ഫുൾ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ പട്ടിക്കുട്ടി സിംബ. സിംബ പിന്നെ ഞാൻ ബുക്കെടുത്ത് നോക്കുകയാണ് എന്തൊക്കെയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തോ. ഒട്ടുമിക്കതും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. കുറേ നാളല്ല, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. അതിൻ്റെ കുറച്ച് പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഞാൻ സംസാരിക്കുന്നത് തന്നെ അധികവും സംസാരിക്കാറില്ല പൊതുവേ, കാരണം ചെറിയൊരു ഇൻട്രോവേർട്ടാണ് ഞാൻ. പിന്നെ പറയാനായിട്ട് അധികമൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഒരു ഡേ ഇൻ ലൈഫ് എടുക്കണമെന്നുണ്ടായിരുന്നു, ഡ്രോയിങ് വരയ്ക്കേണ്ടതുണ്ടായിരുന്നു, റീൽസ് എടുക്കണമെന്നുണ്ടായിരുന്നു, അതൊക്കെ നടന്നു. ഇന്നെന്തായാലും അടിപൊളി ദിവസമാണ് കേട്ടോ എനിക്ക്. പിന്നെ പറയാനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. കാരണം ഇന്നത്തെ ഒരു എന്താണെന്നറിയില്ല, എന്തോ ഒരു കൂടുതലായിട്ട് ഞാൻ എന്തോ ചെയ്ത പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് എടുത്തുകൊണ്ടായിരിക്കും എനിക്ക് അധികമൊന്നും ശരിക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ അടുത്തതിൽ ഒന്നുകൂടി എന്താ പറയുക മാറ്റിയെടുക്കാമല്ലോ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫുഡ് ഞാൻ കഴിച്ചു കേട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. ഉച്ചയ്ക്കുള്ള ഫുഡ് തന്നെയായിരുന്നു വൈകുന്നേരത്തും. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് കാണിക്കണ്ടല്ലോ. പിന്നെ ചാതി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. എന്തായാലും നിങ്ങളുടെ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനധികം വീഡിയോസിലൊന്നും പറയാറില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ടാറ്റാ, ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.